ബാങ്കിങ്ങിലെ ഏറ്റവും എളുപ്പമുള്ള റീസണിങ് ടോപ്പിക്കാണ് ആൽഫ ന്യൂമറിക് നമ്പർ സീരീസ്. നമുക്ക് അതിൽ നിന്ന് തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നത് ഇതിങ്ങനെ ഒരു സീരീസ് തരും. ഈ ഒരു സീരീസിനെ ബേസ് ചെയ്ത് 3 4 ചിലപ്പോഴൊക്കെ 5 ചിലപ്പോഴൊക്കെ ഉണ്ട് 5 ക്വസ്റ്റ്യൻസൊക്കെ വരും. മിക്കതും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കൂടുതലും വരാറ്. സോ അതിൽ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇങ്ങനെ ആയിരിക്കും. ഈ സീരീസിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ലെറ്റേഴ്സ്, അതുപോലെ സിമ്പലും നമ്പറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു സീരീസാണ്. സോ അതിനെ ബേസ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ്, ഹൗ മെനി സിമ്പിൾസ് ഇൻ ദി എബവ് സീരീസ് ആർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ലെറ്റർ ആൻഡ് ഫോളോഡ് ബൈ എ നമ്പർ. അപ്പോൾ നമ്മളിതിൽ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിൾസാണ് പ്രിസീഡഡ് ബൈ എ ലെറ്ററും ഫോളോഡ് ബൈ എ നമ്പറുമുള്ള സിമ്പിൾസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പ്രിസീഡഡ് ബൈ ഫോളോഡ് ബൈ എന്താണെന്ന് വെച്ചാൽ, പ്രിസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സിമ്പിളിനെ നമ്മൾ സെൻറ്ററായിട്ട് എടുക്കണം. സിമ്പിൾ അതായത് ക്വസ്റ്റ്യനിലെ മെയിൻ സിമ്പിളാണ്. സിമ്പിളിനെ ബേസ് ചെയ്തുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിളിനെ മെയിനാക്കി എടുത്താൽ അതിൻ്റെ ബാക്കിലുള്ളതിനെയാണ് പ്രിസീഡഡ് ബൈ എന്നും ഫ്രണ്ടിലുള്ളതിനെയാണ് സക്സീഡഡ് ബൈ അല്ലെങ്കിൽ ഫോളോഡ് ബൈ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് എഴുതണം? സിമ്പിളല്ലേ വരേണ്ടത് ആദ്യം, അതായത് സിമ്പിളല്ലേ മെയിൻ. അപ്പോൾ സിമ്പിൾ നടുക്ക് എഴുതുക. അതിൻ്റെ പ്രൊസീഡഡ് ബാക്കിൽ ചോദിച്ചാക്കണം, ലെറ്ററാണ് വരേണ്ടത്. അതുപോലെ തന്നെ സക്സീഡഡ് അഥവാ ഫോളോഡ് ബൈ എന്തൊട്ടാണ് നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നമ്പർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് സിമ്പിൾ ആയതുകൊണ്ട് വേഗം സിമ്പിൾ ഇങ്ങനെ എഴുതുക. പ്രൊസീഡഡ് ചോദിച്ചാക്കണം ലെറ്ററാണ്, വേഗം ലെറ്റർ. ഫോളോഡ് ചോദിച്ചാക്കണം നമ്പർ. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേഗം സിമ്പിൾസിനെ ഫോക്കസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ എല്ലാ ലെറ്ററിനെയും നമ്പറിനെ ഫോക്കസ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. സിമ്പിൾസിനെ നോക്കുക. അതിൽ ആദ്യത്തെ സിമ്പിൾ ഏതാണ്? #ടാഗ് ആണല്ലേ. #ടാഗിൻ്റെ പുറകിൽ ലെറ്റർ ഉണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ അതിനെ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സിമ്പിൾ അറ്റാണ്. അറ്റിൻ്റെ പ്രിസീഡഡ് ആയിട്ട് ബി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നമുക്കിവിടെ നമ്പറായ 2 വരുന്നുണ്ട്. അപ്പോൾ ഒരു ജോഡി നമുക്ക് കിട്ടി. അടുത്ത സിമ്പിൾ ഈ ഒരു എക്സ്പ്ലനേഷൻ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ആയാലും ബാക്കിലായാലും ലെറ്റർ തന്നെയാണ്, നമ്പർ വരുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് അടുത്തത് നോക്കേണ്ടത് ഈ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ലെറ്ററാണോ? അല്ല. ഇതിൻ്റെ ബാക്കിൽ നമ്പറും ഫ്രണ്ടിൽ ലെറ്ററാണ് വരേണ്ടത്. പക്ഷേ നമ്മുടെ ഓർഡർ എങ്ങനെയാണ്? ബാക്കിൽ ലെറ്ററും ഫ്രണ്ടിൽ നമ്പറുമാണ്. സോ അപ്പോൾ ഇതും നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത സിമ്പിൾ ഇവിടെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ലെറ്റർ തന്നെയാണ്. സോ നമുക്ക് അതും അവോയ്ഡ് ചെയ്യണം. അടുത്തത് വരുന്നത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പെർസെൻറ്റേജിൻ്റെ ബാക്കിൽ ലെറ്ററും ഫ്രണ്ടിൽ നമ്പറുമാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അതും ആൻസറിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് എത്ര സിമ്പിളാണ് ഈ ബാക്കിൽ ലെറ്ററും ഫ്രണ്ടിൽ നമുക്ക് നമ്പറും വരുന്നത്? 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2 ആണ്. നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ലെറ്റേഴ്സ് ആർ ഫോളോഡ് ബൈ എ ലെറ്റർ ആൻഡ് പ്രിസീഡഡ് ബൈ എ നമ്പർ. അപ്പം നമുക്കിവിടെ ബേസ് എടുക്കേണ്ടത്? ലെറ്ററാണ്. വേഗം ലെറ്റർ നടുക്ക് എഴുതുക. എന്നിട്ട് അടുത്തത് ഫോളോഡ് ബൈ എ ലെറ്റർ. ഫോളോഡ് അഥവാ സക്സീഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ എഴുതണം. ഈ ലെറ്ററിൻ്റെ ഫ്രണ്ടിൽ ലെറ്റർ തന്നെ ആയിരിക്കണം വരേണ്ടത്. അടുത്തത് പ്രിസീഡഡ് ബൈ എ നമ്പർ, അതായത് ബാക്കിൽ നമുക്ക് നമ്പറും കിട്ടണം. ഓക്കെ. അപ്പോൾ ഒരു ലെറ്ററിനെ ബേസ് ചെയ്ത് ലെറ്ററിൻ്റെ ഫ്രണ്ടിൽ ലെറ്ററും ബാക്കിൽ നമ്പറും വരണം. നമുക്ക് സീരീസ് എടുത്ത് നോക്കാം. സീരീസ് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ലെറ്റർ എ ആണ്. എൻ്റെ ഫ്രണ്ടിൽ ലെറ്റർ ആയ ബി തന്നെയല്ലേ, ബാക്കിൽ 1 നമ്പറാണ്. സോ നമുക്ക് എന്ത് ചെയ്യും? ഇതൊരു ജോഡിയായിട്ട് കിട്ടി. അടുത്ത ലെറ്റർ ഏതാണ്? ബി ആണ്. ബിയുടെ ബാക്കിൽ ലെറ്ററാണ്. സോ അത് നമുക്ക് വിടാം. അടുത്ത വരുന്നത് ജി ആണ്. ജിയുടെ ഫ്രണ്ടിൽ ലെറ്റർ ഉണ്ടോ? ഇല്ല. സോ നമുക്കതും വിടാം. അടുത്തത് എം ആണ്. എമ്മിന് വന്നില്ല. അടുത്തത് എന്നിൻ്റെ ഫ്രണ്ടിൽ ലെറ്റർ ഉണ്ടെങ്കിലും
അല്ല ഫ്രണ്ടിലല്ല, ബാക്കിൽ ലെറ്ററാണ്, ഫ്രണ്ടിൽ നമ്പറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്തത് യു ആണ്. യുവിൻ്റെ ഫ്രണ്ടിൽ ലെറ്റർ ഉണ്ട്, പക്ഷേ ബാക്കിൽ സിമ്പിളാണ് വന്നിരിക്കുന്നത്. സോ അതെടുക്കാൻ പറ്റില്ല. എസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ലെറ്റർ ഒന്നുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അടുത്തത് എ നോക്കുകയാണെങ്കിലും പറ്റില്ല. അപ്പുറം ഇപ്പുറം എന്താണ് സിമ്പിൾസ് ആണ് വന്നിരിക്കുന്നത്. ജി എടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റുമോ? ജി എടുക്കുകയാണെങ്കിൽ എന്താണ് പറ്റും. മനസ്സിലായോ? അതായത് ഈ നമ്മൾ ഒരു സ്ഥലത്ത് ഇത് രണ്ടെണ്ണം നോക്കി അറ്റത്ത് വന്നിട്ട് രണ്ടെണ്ണമായിട്ട് എടുക്കുകയാണ്. അതായത് നമ്പർ അതുപോലെ തന്നെ ലെറ്റർ അങ്ങനെ വന്നാലും എന്താണ് ശരി തന്നെയാണ്. ഒരു നമ്പർ ലെറ്റർ ഈ ഒരു വശമില്ലെങ്കിലും ശരി തന്നെയാണ്. അതായത് എൻ എൽ എൽ എന്ന് വന്നാലും ലാസ്റ്റ് വരുമ്പോൾ എൻ എൽ എന്ന് മാത്രം വന്നാലും എന്താണ് നമുക്കതിനെ ഒരു പെയറായിട്ട് എടുക്കാം. അതുകൊണ്ട് എന്താണ് അത് ശരിയാണ്. സോ നമുക്കിവിടെ എത്ര ജോഡിയിട്ട്? രണ്ടെണ്ണം. ലെറ്ററും നമ്പറും ലെറ്ററും വരുന്ന 2 ജോഡിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൗ മെനി നമ്പേഴ്സ് ആർ സക്സീഡഡ് ബൈ എ ലെറ്റർ ആൻഡ് പ്രിസീഡഡ് ബൈ എ സിമ്പിൾ. സോ അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് നമ്പറാണ്. സക്സീഡഡ് എന്ന് പറഞ്ഞാൽ ഫോളോഡ് എന്ന് തന്നെയാണ്. സോ ഫ്രണ്ടിൽ എഴുതേണ്ടത് ലെറ്ററാണ്. പ്രിസീഡഡ് ആയ സിമ്പിൾ എഴുതേണ്ടത് ഇവിടെയാണ്. അല്ല SNL. അപ്പോൾ നമുക്ക് എന്താ സീരീസ് എടുക്കാമല്ലേ? SNL എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമ്പർ നോക്കാം. നമ്പർ വരുന്നത് എന്താണ്? ഇവിടെ 3 വരുന്നുണ്ട്, പക്ഷേ ഇവിടെ ഫ്രണ്ടിൽ എല്ലില്ല, ബാക്കിൽ സിമ്പിളും ഇല്ല. സോ അത് നമുക്ക് ഔട്ടാക്കാം. നെക്സ്റ്റ് വരുന്നത് 1 ആണ്. 1 എടുക്കുമ്പോൾ ഫ്രണ്ടിൽ ലെറ്റർ ഉണ്ട്, ബാക്കിൽ സിമ്പിളുണ്ട്. സോ ഇതൊരു പെയറാണ്. അടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. 2 എടുക്കുമ്പോൾ എന്താണ് ഫ്രണ്ടിൽ ലെറ്റർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കത് ഔട്ടാക്കാൻ. 4 എടുക്കുമ്പോഴോ എന്താണ് ബാക്കിൽ സിമ്പിൾ വരില്ല. നമുക്ക് അതിനെ അവിടെ വിട്ടുകളയാം. സോ നെക്സ്റ്റ് എടുക്കേണ്ടത് എന്താണ്? 2 ആണ്. 2ന് ഇതുപോലെ സിമ്പിളില്ല. 4 എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഉണ്ട് ഫ്രണ്ടിൽ, പക്ഷെ നമുക്ക് ബാക്കിലാണ് സിമ്പിൾ വരേണ്ടത്. സോ അതും പറ്റില്ല. അടുത്തത് എടുക്കുകയാണെങ്കിൽ 3 ആണ്. 3 എടുക്കുമ്പോൾ എന്താണ് 3 വരുന്നുണ്ട്, നമ്പർ ലെറ്ററായ ജി വരുന്നുണ്ട്, ഇവിടെ പെർസെൻറ്റേജ് ആയ സിമ്പിൾ വരുന്നുണ്ട്. സോ SNL വന്നില്ലേ? അപ്പോൾ എന്താണ് അതും ഒരു പെയർ കിട്ടി. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പെയർ കിട്ടും? ഇതിനെയും 2 എണ്ണം കിട്ടും. കണ്ടോ? ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയാം. ഇതിൽ കൂടുതൽ സംഭവങ്ങൾ ഇതിലുണ്ട്, പക്ഷെ നമുക്കൊരു ഫസ്റ്റ് പാർട്ടായിട്ട് ഇത്രയും മാത്രം പഠിക്കാം. ഇതിൽ മെയിനായിട്ട് കാണേണ്ട കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ പ്രിസീഡഡ് ബൈയും അതുപോലെ എന്താണ് ഈ സക്സീഡഡ് ഫോളോവ്ഡ് ബൈയും. ഇത് നമ്മൾ ഇങ്ങനൊരു ബോക്സിൽ എഴുതി വെക്കുക. പ്രിസീഡഡ് മെയിനായിട്ടുള്ള സംഭവം, മെയിൻ അഥവാ സക്സീഡഡ് ഓർ ഫോളോവ്ഡ്, ഇതൊരു ബോക്സിൽ നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതി വെക്കണം. ഇത് മെയിനായിട്ടുള്ള കാര്യമാണ്. അല്ല, ഇത് മെയിനായിട്ടുള്ളതാണ്. ഇത് രണ്ടും എഴുതി വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഈ NLL എന്ന് വന്നാലും NL എന്ന് പറഞ്ഞാലും എന്താണ് ശരിയായിരിക്കും. അതായത് ആദ്യത്തെ 2 പാർട്ട് കിട്ടിയാലും 3 എണ്ണത്തിൽ 2 പാർട്ട് കിട്ടിയാലും ലാസ്റ്റ് വരുമ്പോൾ കേട്ടാ, അല്ലാതെ ഇടയിൽ 2 എണ്ണം കിട്ടിയെന്നല്ല. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് തീർന്നു പോയിട്ട് ഇതേപോലെ 2 എണ്ണം ഓക്കെ വരുന്നുണ്ട്, ഒരെണ്ണം കൂടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പെയറായിട്ട് എടുക്കാം. പക്ഷേ എന്താണ് ഇടയിൽ വെച്ച് നിങ്ങൾ നമ്പറോ ലെറ്റർ അടുത്തതിന് സിമ്പിളാണ്, അപ്പോൾ NL എന്നും പറഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കരുത്. ലാസ്റ്റ് വരുമ്പോൾ 3 എണ്ണം കിട്ടണില്ല, പക്ഷെ 2 എണ്ണം ഓക്കെ ആവുമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എടുക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്.